السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്ത് യഥാർത്ഥ മുത്തഖീങ്ങളും മുഅ്മിനീങ്ങളുമായി ജീവിച്ചു മരിച്ചു പോകാൻ പ്രവർത്തിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിക്കുന്ന, ഇൽമു നേടുന്ന, ദഅവത്ത് ചെയ്യുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൽമിൻ്റെ മജ്ലിസിലുള്ള ഈ ഇരുത്തത്തെ നാളെ സ്വാലിഹായ ഒരമലായി നമ്മളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രവാചക സ്നേഹം ഇസ്ലാമികമോ എന്ന വിഷയ സംബന്ധമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ആമുഖം എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയും ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് സമയം സന്ദർഭവും ഉണ്ടെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കണം എന്നുമാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് റബീഉൽ അവ്വൽ മാസമാണ്. പ്രവാചക സ്നേഹം എന്ന പേരിൽ ചില പ്രത്യേകമായ പരിപാടികളും ആഘോഷങ്ങളും നേർച്ചകളും അന്നദാനവും സ്വലാത്തുകളും മജ്ലിസുകളും ഹൽഖകളും സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കേരളത്തിൽ, പ്രത്യേകമായും നമ്മുടെ നാടുകളിൽ, അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള കാഴ്ചകളും ന്യൂസുകളും റിപ്പോർട്ടുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പുറത്താണ്. അവർ യഥാർത്ഥ സത്യദീനിൻ്റെ ആളുകളല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരാണ്, പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ്, ഇഷ്ടപ്പെടാത്തവരാണ്, പ്രവാചകനെ സാധാരണ മനുഷ്യനായി ചിത്രീകരിക്കുന്നവരാണ്. ഈ രൂപത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. കാരണം ഈ റബീഉൽ അവ്വൽ, ഒരു വർഷത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായ നബി ദിനം അല്ലെങ്കിൽ മൗലിദുൻ നബി അല്ലെങ്കിൽ മീലാദുൻ നബി, ഈ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവാചകനോട് സ്നേഹമില്ല, അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പുറത്താണ് എന്നുള്ളത് ഈ വിഭാഗം ശക്തമായി വാദിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ വിഷയത്തിൽ ഒരു ഭിന്നത, രണ്ടഭിപ്രായം നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇങ്ങനെ ഒരു വിഷയത്തിൽ, മതപരമായ ഒരു വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ടായാൽ അല്ലെങ്കിൽ ഇഖ്തിലാഫ് ഉണ്ടായാൽ, അതിൽ ഭിന്നതയുണ്ടായാൽ
എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്ക്, ഇസ്ലാമിന് അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ട്. അത് മൗലിദാഘോഷം എന്ന വിഷയത്തിൽ മാത്രമല്ല, മതപരമായ ഏതൊരു വിഷയമാകട്ടെ. ഇതില്ലല്ലോ. മതപരമായ ഏതൊരു വിഷയമാകട്ടെ, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, തർക്കമുണ്ടായാൽ ഒരു സത്യവിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണം, അതിന് ഖുർആൻ ഹദീസ് നമുക്ക് എന്ത് നൽകുന്നു? കാരണം ഈ നബിദിനാഘോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം, സലഫികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നു അത് ബിദ്അത്താണ്. ആ കാര്യത്തിൽ ഒരു സംശയമല്ല. അത് സുന്നത്തല്ല, അത് ബിദ്അത്താണ്, ദലാലത്താണ്. അത് ജൂതന്മാർ കൊണ്ടുവന്നതാണ്. അത് പിന്നീട് വ്യാപിപ്പിച്ചത് ഷിയാക്കളാണ്. പിന്നീട് അതിൽ വന്നിട്ടുള്ള ചരിത്രങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ സമയത്തിനനുസരിച്ചിട്ട് വിശദീകരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ബിദ്അത്താണെന്ന് പറയുന്നു. വേറൊരു വിഭാഗം അത് സുന്നത്താണ് എന്നുള്ളത് പറയുന്നു. ഇത് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ എന്തൊരു നിലപാട് സ്വീകരിക്കണം? ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല വഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലിഹി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിരി ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീല. ഈ വിഷയത്തിൽ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം വളരെ വ്യക്തമാണ്. എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അത്തിയുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനനുസരിക്കണം. അത്തിയുർ റസൂല, നിങ്ങൾ അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. അതേപോലെ തന്നെ ഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനെയും അനുസരിക്കണം. ഉലുൽ അംർ എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അഭിപ്രായങ്ങളാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് അൽ ഉലമാഉ, മുസ്ലിങ്ങളിലെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ. രണ്ടാമതൊരു അഭിപ്രായം അൽ ഉമറാഉ, മുസ്ലിങ്ങളുടെ ഭൗതികമായ അധികാരം, നേതൃത്വം ഏറ്റെടുത്ത ആളുകൾ, ഉമറാക്കൾ, അധികാരമുള്ളവർ. ഇവരാണ് ഈ രണ്ട് വിഭാഗം ആളുകളാണ് ഉലുൽ അംർ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിനനുസരിക്കണം, അവൻ്റെ റസൂലിനെ അനുസരിക്കണം, ഉലുൽ അംറിനെയും അനുസരിക്കണം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, തനാസഅ ഭിന്നിച്ചു, അഭിപ്രായ വ്യത്യാസത്തിലായി, ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മതപരമായ ഏതെങ്കിലും ഒരു വിഷയം, മതപരമായ ഒരു ഹുക്മ് അല്ലെങ്കിൽ മതപരമായ ഒരു കാര്യം, ഇസ്ലാം ദീനിലുള്ള ഒരു കാര്യം, അതിൽ നിങ്ങൾ ആരെങ്കിലും ഭിന്നിച്ചാൽ, നിങ്ങൾ ഭിന്നിച്ചാൽ എന്ത് ചെയ്യണം? അവിടെ ഖുർആൻ പറഞ്ഞു ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി, ആ വിഷയം നിങ്ങൾ മടക്കണം. ഖുർആൻ അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും. നിങ്ങൾക്കിടയിൽ മതപരമായ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ആ വിഷയം നിങ്ങൾ മടക്കണം. ഒന്ന് വിശുദ്ധ ഖുർആനിലേക്ക്, രണ്ട് റസൂലിലേക്ക്, അതായത് സുന്നത്തിലേക്ക്, അള്ളാഹുവിലേക്ക്, അവൻ്റെ റസൂലിലേക്ക് നിങ്ങൾ മടക്കണം എന്നുള്ളതാണ് ഇവിടെ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പോൾ മതപരമായ ഒരു കാര്യം, അത് നബിദിന ആഘോഷമാകട്ടെ, അതല്ലാത്ത വിഷയങ്ങളാകട്ടെ, അത് ശിർക്കാകട്ടെ, തൗഹീദാകട്ടെ, ബിദഅത്താകട്ടെ, സുന്നത്താകട്ടെ, ഇസ്ലാമിലെ ഏതൊരു സംഗതിയാകട്ടെ, ഹുക്മുകളെ കുറിച്ചുള്ള ചർച്ച എന്തോ ആകട്ടെ, ഇങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നുള്ളതാണ്. അവിടെ അള്ളാനെ പറഞ്ഞു, റസൂലിനെ പറഞ്ഞു, ഉലുൽ അംറിനെ അവിടെ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായി ആ വിഷയത്തിൽ നിങ്ങളൊരു നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ മക്കയിലേക്ക് നോക്കാനോ മദീനയിലേക്ക് നോക്കാനോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും നോക്കാനോ ഏതെങ്കിലും നാട്ടിലേക്ക് നോക്കാനോ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം അംഗീകരിക്കാനോ അല്ലെങ്കിൽ പാരമ്പര്യം എന്താണ് എന്ന് നോക്കാനോ അല്ലെങ്കിൽ മഹലിൽ എന്താണ് നടന്നു വരുന്നത് എന്ന് നോക്കാനോ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആനിൻ്റെ തീരുമാനം ഇതാണ്: മതപരമായ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അതിന് തീരുമാനമുണ്ടാക്കണം. ആ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്, ഏറ്റവും നല്ല വ്യാഖ്യാനവും അതാണ് എന്നുള്ളത് പറഞ്ഞിട്ടാണ് അല്ലാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇതൊരായത്ത്.
രണ്ടാമതായി ഇത് സംബന്ധമായ ഹദീസുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ശേഷം എൻ്റെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാകും. ഉണ്ടാകും എന്നാ പറഞ്ഞത്, ഭിന്നിപ്പുണ്ടാകില്ല എന്നല്ല, ഭിന്നിപ്പുണ്ടാകും. മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കാണും, ഇഖ്തിലാഫുകൾ ഉണ്ടാകും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ ബേജാറായിട്ടിരിക്കുക, വിഷമിച്ചിട്ടിരിക്കുക, ഞാനിനി ദഅവത്തിനൊന്നുമില്ല എന്ന് പറയാ, ഇതൊന്നുമല്ല. നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം? അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിൻ്റെ റസൂലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ ബേജാറാകേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മളതിൽ വിഷമിക്കുന്നത്? ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമാണ്. നമുക്ക് ഖുർആനിൽ വിശ്വാസമല്ലേ, നമുക്ക് ഹദീസിൽ വിശ്വാസമല്ലേ, അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അപ്പോൾ അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങൾ എന്നുള്ളത് മോചിസത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് അങ്ങനെ നിങ്ങൾ ഭിന്നിക്കുമ്പോൾ, എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അങ്ങനെ ഇഖ്തിലാഫുകൾ ഉണ്ടാകുമ്പോൾ, ഭിന്നിപ്പുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അലൈക്കും ബിസുന്നത്തി, എൻ്റെ ചര്യ, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീന, എനിക്ക് ശേഷം ജീവിച്ച എൻ്റെ സച്ചരിതരായ ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ ചര്യയും. അപ്പോൾ എൻ്റെ ചര്യ, സ്വഹാബത്തിൻ്റെ ചര്യ, അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം, അല്ലു അലൈഹാ ബിൻ നവാജിദി, അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. അത് അതിനെ നിങ്ങൾ മുറുക്ക് പിടിക്കണം. ഖുർആനിനെയും സുന്നത്തിനെയും എൻ്റെ സ്വഹാബികളുടെ മാർഗത്തെയും ചര്യയെയും നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം എന്നുള്ളതാ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കിട്ടി. ഒന്ന്, ഭിന്നിപ്പുണ്ടാകും, അതിൽ ബേജാറാണ്ട, ഭിന്നിപ്പുണ്ടാകും എന്നുള്ളത് അല്ലാഹു റസൂൽ പറഞ്ഞു, ഖുർആൻ അത് പറഞ്ഞു. അങ്ങനെ ഭിന്നിപ്പുണ്ടാകുമ്പോൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മുഅ്മിൻ എന്ത് നിലപാട് സ്വീകരിക്കണം? ഒരു മുഅ്മിൻ, ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി എന്ത് നിലപാട് സ്വീകരിക്കണം? ഖുർആൻ മുറുകെ പിടിക്കണം, സുന്നത്ത് മുറുകെ പിടിക്കണം, സ്വഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് നമ്മൾ സാധാരണ പറയാറുള്ള പ്രസിദ്ധമായ ഹദീസിലും 71 ജൂതന്മാര്, 72 ക്രിസ്ത്യാനികള്, 73 മുസ്ലിങ്ങൾ ഭിന്നിക്കും. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞത്, അങ്ങനെ ഭിന്നിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എൻ്റെ ചര്യയും സ്വഹാബത്തിന്റെ മാർഗവും ആ നിലപാടും അവലംബിക്കണം എന്നുള്ളതാണ്. നമ്മുടെ വിഷയം നബിദിനമാണ്. ഞാനിത് സൂചിപ്പിച്ചു കൊണ്ടുവരുന്നത്, മതപരമായ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ എന്താണോ നമുക്ക് ലഭിച്ചത്, സ്വഹീഹായി കിട്ടിയത്, ആ ഒരു നിലപാടിലാണ് നമ്മൾ നിൽക്കേണ്ടത്. സലഫികൾ നിൽക്കേണ്ടത്, ഇസ്ലാമി പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ നിൽക്കേണ്ടത്, ഏതൊരു വിഷയത്തിലാണെങ്കിലും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം നബിദിനാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറയുന്നു നബിദിനാഘോഷം എന്നത് അഹ്ലുസുന്നത്തിൻ്റെ ഭാഗമാണ്, നബിദിനം ആഘോഷിക്കാത്ത ആളുകൾ അഹ്ലുസുന്നത്തിൻ്റെ പുറത്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ്. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കുന്നത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഇവിടെ നമ്മൾ വിഷയങ്ങളിലേക്ക് വരിക. അള്ളാഹിൻ്റെ റസൂലിനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ? ഈ കാര്യത്തിൽ ഒരു മുസ്ലിമിന് അഭിപ്രായ വ്യത്യാസമല്ല. ഒരു സത്യവിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്ന കാര്യത്തിൽ ഒരു ഇഖ്തിലാഫ്, ഒരു ഭിന്നത, ഒരഭിപ്രായ വ്യത്യാസം ഇല്ല. ഈ കാര്യത്തിലല്ല അഭിപ്രായ വ്യത്യാസമുള്ളത്. പ്രവാചകനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ, ഈ കാര്യത്തിൽ തർക്കമില്ല. ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തർക്കമില്ല പ്രവാചകനെ സ്നേഹിക്കണോ സ്നേഹിക്കണ്ടേ എന്ന കാര്യത്തിൽ. പക്ഷെ തർക്കം നിലനിൽക്കുന്നത്
ഒരു വർഷം, ആ വർഷത്തിൽ റബീഉൽ അവ്വൽ എന്ന മാസം വരുമ്പോൾ ആ മാസത്തിൽ നബിദിനാഘോഷം എന്ന പേരിൽ പ്രത്യേകമായ ആഘോഷങ്ങളും പരിപാടികളും ഹൽഖകളും മജ്ലിസുകളും സ്വലാത്തുകളും അന്നദാനങ്ങളും ദിക്ർ സദസ്സുകളും സംഘടിപ്പിക്കണോ സംഘടിപ്പിക്കണ്ടേ? ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ